ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണോ? ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതുകൊണ്ട് ഞാൻ ഒരു നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ടു. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. നല്ല കംഫർട്ടബിളാണ്, കോട്ടൻ്റെയാണ്. അപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങി ഹോളിലോട്ട് വന്നു. ഞാൻ നിങ്ങളെ ഹോളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഗസ്റ്റ് വന്നുകൊണ്ട് നന്നായി വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ഫസ്റ്റ് 2 ടി വി ഉണ്ട്, ഒന്ന് ചാച്ചയ്ക്കും ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട്. കേട്ടോ, സോഫ വിരിയൊക്കെ മാറ്റി നല്ല ഭംഗിയായിട്ടിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കണ്ണ് ആടൻകുട്ടൻ്റെ മുമ്പിൽ വേണം, കാരണം അവനിതെല്ലാം എപ്പം വേണമെങ്കിലും വലിച്ചു പറിക്കും. അതുകൊണ്ട് അവൻ്റെ പുറകെ നോക്കി നടന്നു. അപ്പം പെട്ടെന്ന് തന്നെ പല്ലൊക്കെ തേക്കാൻ വേണ്ടി അവിടെ നിന്ന് പോന്നു. കുറച്ച് പണിയുണ്ട് പല്ല് തേപ്പിക്കുക എന്നുള്ളത്. അപ്പം കുറച്ച് നേരം അതിൻ്റെ പുറകിലൊക്കെ നടന്ന് പല്ലൊക്കെ തേപ്പിച്ചു. മൂത്തയാൾ പിന്നെ തന്നെ തേച്ചോളും കേട്ടോ. അപ്പോൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉലുവ വെള്ളം, ആസ് യൂഷ്വൽ ഉലുവ വെള്ളം ഞാൻ ഇന്നലെ ഇട്ടായിരുന്നു. അത് ഞാൻ രാവിലെ എഴുന്നേറ്റ് ചൂടാക്കി കുടിക്കും. ആടൻകുട്ടൻ രാവിലെ എഴുന്നേറ്റ് പ്രകൃതിയൊക്കെ ആസ്വദിക്കുമായിരുന്നു. അവൻ കുറച്ച് നേരം അങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. ആ ജനലിങ്ങ് എന്നും അവനുള്ളതാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പുറത്തോട്ടുള്ള വഴിയാണ്. ഞാൻ നിങ്ങളെ അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇൻ്റർലോക്ക് ഇട്ടിരിക്കുവാണ്. അപ്പം ഇവിടെ ചുറ്റിനും ഇങ്ങനെ ചെടികളാണ്. ഇതെല്ലാം മമ്മിയുടെ കലാവിരുതാണ്. ഇതുണ്ട് സ്കൂട്ടി. ഇവിടെ ഓരോരുത്തർക്കും ഓരോ സ്കൂട്ടിയാണ് കേട്ടോ. എല്ലാവർക്കും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് അത്രയും. അപ്പം ഇങ്ങനെ ഫുള്ള് ഇൻ്റർലോക്ക് ഫ്രണ്ടിലിട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ സൈഡ് വ്യൂ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് വീടിൻ്റെ പുറത്തോട്ടുള്ള, അപ്പോൾ അത് പുറത്തോട്ടല്ല പുറകിലോട്ടുള്ള ഇത്. അവിടെ കല്ലിങ്ങനെ ഇട്ടിരിക്കുവാണ്, മെറ്റലിൻ്റെ കല്ല്. അതും ഇങ്ങനെ അവിടെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല വൃത്തിക്ക് കിടന്നോളും. ഇതുകൊണ്ടോ മൊസാണ്ട, നല്ല ഭംഗിയല്ലേ? ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്? അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ വീടിൻ്റെ അകത്ത് കയറി ആടൻകുട്ടന് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. അറിയാലോ, അവൻ്റെ പുറകെ കുറേ നടക്കണം. അപ്പം അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഡെയിലി ബ്ലെസ്സിങ് ഒക്കെ വെച്ച് കൊടുത്ത് പതുക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാനും നിയോ കുട്ടനും കൂടി ഫുഡ് കഴിക്കാനിരുന്നു. പുട്ടും പഴവും സാമ്പാറും. നിയോ കുട്ടന് സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് അവന് പുട്ടും പഴവും. പുട്ടെല്ലാം ഉണ്ടാക്കി ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ആൾക്കാർ വരുന്നതനുസരിച്ച് കഴിക്കാം. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പം ഹസ്ബൻഡ് വന്നു. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞ് ചെരുപ്പൊക്കെ ഇട്ട് അവരെ ഒന്നും കൂടി വോക്കിങ്ങിന് കൊണ്ടുപോവാണ്. അപ്പം ഗസ്റ്റ് ഉള്ളത് കൊണ്ട് ഇന്ന് ഡ്രസ്സൊക്കെ മാറി ഫ്രഷായിട്ട് അവർ ഇരിക്കുവാണ്. അപ്പം ഒറ്റ ഓട്ടമായിരുന്നു. പുറകെ പോയില്ലെങ്കിൽ എവിടെയെങ്കിലും വീഴും. അന്നേരമാണ് ഗസ്റ്റൊക്കെ വന്ന്. ഇവർ ഗസ്റ്റല്ല കേട്ടോ, ഇവർ ചാച്ചച്ചയുടെ പെങ്ങളാണ്. അവരുടെ ഫാമിലിയാണിത്. ഇവിടെ ജനിച്ച് വളർന്നവരാണ്. അപ്പം ഗസ്റ്റ് എന്നൊന്നും പറയാൻ മേല, കാരണം അവരുടെ ചെറുപ്പം മുതലേ ഉള്ള തറവാടാണിത്. ഈ വീട് റിനോവേറ്റ് ചെയ്തതേ ഉള്ളൂ. തറവാട് ഇത് തന്നെയാണ് അവർക്ക്. അതുകൊണ്ട് കൊണ്ടോ എല്ലാവരും വന്നിരിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പോൾ ആദ്യമേ തന്നെ ചക്കപ്പഴം കൊണ്ട് വെച്ചു. ചക്കപ്പഴം എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതൊക്കെ കഴിച്ചുകൊണ്ട് അവർ ഓരോ നൊസ്റ്റാൾജിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ഇതുകൊണ്ടോ ആടൻകുട്ടനെ നന്നുമായിരുന്നു ഫുള്ള് നോക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അവൻ്റെ കാര്യം എനിക്ക് നോക്കണ്ടായിരുന്നു. അതിൻ്റെ പകുതിയൊക്കെ ആയപ്പോൾ ഉറങ്ങുന്ന സമയമായി. അപ്പം ഞാൻ പാലൊക്കെ കൊടുത്ത് തൊട്ടിലിലിട്ട് ആട്ടുവാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നന്നു ഉള്ളതുകൊണ്ട് എനിക്ക് തൊട്ടിലിലിട്ട് ആട്ടുന്ന വീഡിയോ ഒക്കെ എടുത്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ കിട്ടി. അങ്ങനെ അവനെ ആട്ടി ഉറക്കി. കുറച്ച് നേരം സമയമെടുക്കും കേട്ടോ ഉറങ്ങണമെങ്കിൽ. ഉറങ്ങി. ഇനിയിപ്പോൾ ഒരു 3 മണിക്കൂറോളം വലിയ കുഴപ്പമൊന്നുമില്ല. ആടൻകുട്ടൻ അങ്ങ് ഉറങ്ങിക്കോളും. ചില സമയത്തെങ്ങാനും നേരത്തെ എഴുന്നേക്കെങ്കിലും ഉള്ളൂ, അല്ലെങ്കിൽ ആൾ ഉറങ്ങിക്കോളും. അപ്പം അതൊക്കെ കഴിഞ്ഞ് നിയോ കുട്ടനും ജോർഡനും കൂടി ഫുട്ബോൾ കളിക്കുവാണ്. ജോർഡൻ കുറേ ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് നിയോനെ, എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ അവനും ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം ഫുഡ് കഴിക്കാനിരുന്നു. പിള്ളേരെ ഞങ്ങൾ ഇവിടെ ഇരുത്തി. അനുക്കുട്ടിയാണ്ട് ഫുഡ് കൊടുക്കുവാണ് ദാവിദിന്. നന്നു അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. സേമിയ പായസമുണ്ട്. ഇതൊക്കെയായിരുന്നു, ചോറും കറികളും ഒക്കെ ആയിരുന്നേ. ഇതൊക്കെയായിരുന്നു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ജോർഡൻ ആടൻകുട്ടനെ അത് കഴിഞ്ഞപ്പോഴേ കളിക്കാൻ തുടങ്ങിയവർ. അത് കഴിഞ്ഞപ്പം തന്നെ ഇവർക്ക് പോകാറായി, കാരണം ഇവർ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യാത്ര പറച്ചിലാണ്. ഇത് കുറച്ച് വിഷമമുള്ള കാര്യമായി യാത്ര പറയുന്നത് കേട്ടോ.
ആദ്യമേ ഷിബി ചേച്ചി ഫാമിലിയൊക്കെ പോയി. അത് കഴിഞ്ഞ് കുഞ്ഞാൻ്റി പോകാൻ വേണ്ടി ഇറങ്ങുന്നു. അനുക്കുട്ടി സാധനങ്ങളൊക്കെ കാറിലെടുത്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ ഇവരും യാത്ര പോവുകയാണ്. എല്ലാവരും ടാറ്റയൊക്കെ കൊടുത്ത് അവരെ യാത്ര അയച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ഒത്തിരി ലേറ്റൊന്നും ആയില്ല കേട്ടോ. അവർ വന്ദേ ഭാരതിന് പോകുന്നതുകൊണ്ട് നേരത്തെ പോയി. ഇപ്പം നമ്മളത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരുന്നു. ഇതുകൊണ്ട് ഇത് സോനാ പാപ്പടിയാണോ അതോ പേടയാണോ എന്ന് അറിയത്തില്ല. രണ്ടിൻ്റെയും മിശ്രിതമായിരുന്നു. രണ്ടിൻ്റെയും ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് അവർ ഗസ്റ്റ് വന്നപ്പം കൊണ്ടുത്തന്നാണ്. അത് കഴിഞ്ഞ് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി തുണിയൊക്കെ മടക്കി. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യണമേ. അപ്പോൾ ഓക്കെ.